ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് DSSSB പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ പേഴ്സണൽ അസിസ്റ്റന്റ്, അതുപോലെ സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ്, ജൂനിയർ ജുഡീഷ്യൽ അസിസ്റ്റന്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 18/1/2024 ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. 8/2/2024 വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ ഒരു ജോബിനെ കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിരജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഡൽഹി സബോർഡിനേറ്റ് സർവീസ് സെലക്ഷൻ ബോർഡ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ്, ജൂനിയർ ജുഡീഷ്യൽ അസിസ്റ്റന്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഏകദേശം 41ഓളം വേക്കൻസി, പേഴ്സണൽ അസിസ്റ്റന്റ് 367 വേക്കൻസി, പേഴ്സണൽ അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് സെഷൻസ് ആൻഡ് കോർട്സ് ഫാമിലി കോർട്സിലേക്ക് വേണ്ടിയിട്ട് 16 വേക്കൻസി, ജൂനിയർ ജുഡീഷ്യൽ അസിസ്റ്റന്റിന് 546 വേക്കൻസി, ജൂനിയർ ജുഡീഷ്യൽ അസിസ്റ്റന്റിന് 20 വേക്കൻസി, അങ്ങനെ മൊത്തം 990ഓളം ഒഴിവുകളാണ് നിലവിലുള്ളത്. ഇപ്പോൾ ഇത് കേരളത്തിലല്ല, കേരളത്തിന് പുറത്താണുള്ളത്. ജനറൽ വിഭാഗത്തിന് 296 വേക്കൻസി, OBC 300, SC 152, ST 115, EWS 127 വേക്കൻസിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മൊത്തം 990ഓളം ഒഴിവുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് 8/2/2024 വരെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷൻ മറ്റ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ സീനിയർ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു ഡിഗ്രിയാണ് വേണ്ടത്, ഗ്രാജുവേഷൻ ആണ് വേണ്ടത്. പ്ലസ് അതിനോട് കൂടി തന്നെ ടൈപ്പിംഗ് സ്കില്ലും കൂടി വേണം. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെയൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക. പിന്നെ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോർട്ടിലേക്ക് പേഴ്സണൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്ക് ഏതെങ്കിലും ഡിഗ്രിയും പ്ലസ് 100 വേർഡ് പെർ മിനിറ്റ് നിങ്ങൾക്ക് ഷോർട്ട് ഹാൻഡ് സ്പീഡ് വേണം ടൈപ്പിങ്ങിൽ. അതുപോലെ തന്നെ ഇതിലേക്ക് ശമ്പളം പറയുകയാണെങ്കിൽ 1,42,400 വരെ ശമ്പളമുണ്ട്. ഏജ് 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ പേഴ്സണൽ അസിസ്റ്റന്റ് വരുന്നതിന് എല്ലാം ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഡിഗ്രിയും അതിനോട് കൂടുതൽ ടൈപ്പിംഗ് സ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാൻ ലിങ്കോ കൊടുക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷൻ വേണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.